നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നിർമ്മിതികൾ, ഉപനിർമ്മിതികൾ ഇതെല്ലാം ചെറിയ രീതിയിൽ പിഴവ് വന്നു കഴിയുമ്പം നമുക്ക് വീട്ടിൽ ചില അനർത്ഥങ്ങൾ വന്നു ഭവിക്കും. ഉടനെ നിങ്ങൾ തൊട്ടടുത്ത് വാസ്തുകാരനൊന്നും കാണുന്നില്ല. വീട്ടിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്ന ഉടനെ ജ്യോതിഷ വിധി പ്രകാരമുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആചാര്യന്മാരെ കാണും. അവരുടനെ ചില ആൾക്കാർ മാത്രം കറക്റ്റ് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ദോഷത്തിൻ്റെയൊക്കെ ഇതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന പുരയിടത്തിനോ നിങ്ങൾ താമസിക്കുന്ന വീടിനോ ആണ് ദോഷം ആയതുകൊണ്ട് അത് പരിഹരിക്കണമെന്ന് പറയും. അതല്ലാതെ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് പൂജകൾ നടത്തി ലക്ഷങ്ങൾ പൊടിച്ച ആൾക്കാരെയൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾ വാസ്തുശാസ്ത്രപരമായ ഒരു പരിശോധന നടത്തി വീട്ടിലേക്ക് വേണ്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി നിർമ്മിതികളെല്ലാം ഒന്നുകൂടി പരിശോധിച്ച് ആ നാലാം ഭാവത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ ഒരു സൗഭാഗ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. നിങ്ങളൊരു പക്ഷേ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ജ്യോതിഷവിദ്യ അല്ലെങ്കിൽ അതുപോലെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നിങ്ങളോട് പറഞ്ഞു തന്ന ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി നല്ല ഒരു ഇത് നമുക്ക് മാറ്റിയെടുക്കാം.